ബഹുമാന്യനായ അധ്യക്ഷൻ, കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ സജു, അസാപ് കേരളയുടെ ബഹുമാന്യയായ MD ഡോക്ടർ ഉഷ ടൈറ്റസ്, സർവകലാശാലയിലെ ബഹുമാന്യനായ സിൻഡിക്കേറ്റ് മെമ്പർ ശ്രീ പ്രമോദ് വെള്ളച്ചാൽ, രജിസ്ട്രാർ ബഹുമാന്യനായ പ്രൊഫസർ ജോബി ജോസഫ്, അസാപ് കേരള ട്രെയിനിങ് ഹെഡ് ശ്രീ സജി, വിവിധ കലാലയങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് പതാകവാഹകരായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സർക്കാർ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ ഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്യേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസാരിയായ പരിഷ്കരണങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി മികവാർന്ന നിലയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കിഫ്ബി പദ്ധതിയിലൂടെ, റൂസ പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ബഹുദൂരം മുന്നോട്ട് നടക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡായ ലൈബ്രറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളും അക്കാദമിക് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സുകളുമെല്ലാം വിവിധങ്ങളായിട്ടുള്ള സർവകലാശാല കേന്ദ്രങ്ങളിലും കലാലയങ്ങളിലും സജ്ജീകരിക്കാൻ ഇതിനകം നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ തന്നെ 2000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാ കേന്ദ്രങ്ങളിലായി നടന്നിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന വികാസം മാത്രം പോരാ എന്ന് നമുക്കറിയാം. സമൂലവും സമഗ്രവുമായിട്ടുള്ള പരിഷ്കരണം ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലും സമീപനങ്ങളുടെ കാര്യത്തിലും അധ്യയന രീതികളുടെ കാര്യത്തിലുമൊക്കെ കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലാണ് ചരിത്രത്തിലാദ്യമായി ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കപ്പെട്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിനും അഭിപ്രായം പറയാൻ കഴിയുന്ന വിധത്തിലുള്ള വേദികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കരിക്കുലം രൂപീകരണ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഭാഗമായി 4 ഇയർ UG പ്രോഗ്രാം ഇതിനകം വിജയകരമായി തന്നെ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് ഉൾപ്പെടെ നികത്താൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ കരിക്കുലം പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സുപ്രധാനമായ വിടവ് വൈദഗ്ധ്യത്തിൻ്റെ അഥവാ നൈപുണ്യത്തിൻ്റെ അഭാവമാണ് എന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിടവ്, സ്കിൽ ഗ്യാപ്പ് നികത്താൻ കഴിയുന്ന വിധത്തിൽ വൈദഗ്ധ്യ പോഷണത്തിനുള്ള വേദികൾ എല്ലാ കലാലയത്തിലും ഉണ്ടാകണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത്. സ്കിൽ കോഴ്സുകൾക്കടക്കം ക്രെഡിറ്റ് നൽകുക എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നത് ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. വിദ്യാർത്ഥികളുടെ കർമ്മകുശലതയും നേതൃത്വ പാഠവും സംഘാടന ശേഷിയും പ്രായോഗികമായിട്ടുള്ള പരിചയത്തിലൂടെ വികസിപ്പിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഉദ്ദേശമാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് പുതിയ കരിക്കുലത്തിൽ ഉൾച്ചേർന്നിട്ടുള്ളത്.
അധ്യാപക കേന്ദ്രിതവും ക്ലാസ് റൂം കേന്ദ്രിതവുമായിരുന്ന മുൻ രീതിയെ അപേക്ഷിച്ച് വളരെയധികം വിദ്യാർത്ഥി കേന്ദ്രിതമായ സമീപനമാണ് പുതിയ കരിക്കുലം മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാർത്ഥിയുടെ ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകുന്നത്. അത്തരത്തിൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ്. സ്കിൽ എൻഹാൻസ്മെൻറ്റിനുള്ള പ്ലാറ്റ്ഫോമുകൾ എല്ലാ കലാലയങ്ങളിലും വികസിപ്പിക്കണം എന്ന് തന്നെയാണ് ഇതിനകം ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ എല്ലാ കലാലയങ്ങളിലും ഉണ്ടാകണം എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുള്ളത്. സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ, കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലേസ്മെൻറ്റ് സെല്ലുകളെല്ലാം ശക്തിപ്പെടുത്തിക്കൊണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ദേശീയവും അന്തർദേശീയവുമായ ഫേമുകളിൽ അന്തസ്സുറ്റ തൊഴിലുകളിലേക്ക് പോകാനും നമ്മുടെ വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ആൻഡ് കരിയർ പ്ലാനിംഗ് എന്ന പേരിൽ ഒരു സെല്ല് എല്ലാ ഉന്നത വിദ്യാകേന്ദ്രങ്ങളിലും സജ്ജീകരിക്കണം എന്ന തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കപ്പെട്ടിട്ടുള്ളതാണ്. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ആൻഡ് കരിയർ പ്ലാനിംഗ് കണ്ണൂർ സർവകലാശാലയിൽ ആരംഭിക്കുകയാണ്. ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ അഭിമാന സ്ഥാപനമായ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള അസാപ്പ് കേരളയാണ് ഈ നിലയിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് വേണ്ടി ഒരു സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ആൻഡ് കരിയർ പ്ലാനിംഗ് സ്ഥാപിക്കുന്നതിന് സർവകലാശാലയുമായി കൈകോർക്കുന്നത് എന്നുള്ളതും വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. ഇപ്പോൾ 150ഓളം സ്കിൽ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ പാകത്തിൽ സജ്ജമായ ഒരു സംവിധാനമായിട്ടാണ് അസാപ്പ് പ്രവർത്തിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക് സയൻസ്, AR VR ടെക്നോളജി, ഇലക്ട്രിക് വെഹിക്കിൾസ്, സൈബർ സെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് പുതിയ കാലത്തിൻ്റെ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ അസാപ്പിലൂടെ നമുക്ക് സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുക, അതിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുക, അവസരങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. സ്കിൽ എൻഹാൻസ്മെൻറ്റിനും പ്ലേസ്മെൻറ്റ് അവസരങ്ങളിലേക്ക് പോകാനും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സാധ്യതകൾ സൃഷ്ടിച്ചു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട അധ്യാപകർക്ക് കൂടുതൽ ചുമതലയുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അസാപ്പിനെ സംബന്ധിച്ചിടത്തോളം NCVETയുടെ ഡ്യുവൽ റെക്കഗ്നിഷൻ ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് NCVETയുടെ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഏജൻസി കൂടിയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് ഇന്ന് അസാപ്പ് കേരള. ദേശീയ തലത്തിൽ തന്നെ പ്രത്യേകമായ റെക്കഗ്നിഷൻ അസാപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ സ്കിൽ റിപ്പോർട്ടിൽ അസാപ്പിൻ്റെ തൊഴിൽക്ഷമതാ വർധനവിനുള്ള സാധ്യതയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് അസാപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് നല്ല നിലയിൽ അഭിനന്ദിക്കുന്നു എന്നുള്ളത് തീർച്ചയായും കേരളത്തിന് അഭിമാനകരമായ ഒരു കാര്യമാണ്. പ്രവർത്തനം ആരംഭിച്ച് ഇതപര്യന്തം അസാപ്പിൻ്റെ നാനാമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളീയ സമൂഹം ഇതിനകം അഭിനന്ദനങ്ങളോടെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. 16 ഇടങ്ങളിൽ അസാപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒട്ടേറെ തൊഴിലന്വേഷകരായിട്ടുള്ള യുവാക്കൾക്ക് പുതുതലമുറ വൈജ്ഞാനിക തൊഴിലുകളിലടക്കം കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിലുള്ള പരിശീലനം അസാപ്പിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനകരമായ കാര്യമാണ്. കണ്ണൂർ സർവകലാശാലയും അസാപ്പും കൈകോർത്ത് പിടിച്ചുകൊണ്ട്
വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ആൻഡ് കരിയർ പ്ലാനിംഗ് നിങ്ങളേവരെയും സാക്ഷി നിർത്തി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം പ്രഖ്യാപിക്കുന്നു. കണ്ണൂർ സർവകലാശാലയിലെ എല്ലാ കലാലയങ്ങളിലും സമാനമായ രീതിയിൽ സെൻറ്റേഴ്സ് ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ആൻഡ് കരിയർ പ്ലാനിംഗ് ആരംഭിക്കുന്നതിന് ഇന്ന് സർവകലാശാല തലത്തിൽ ആരംഭിക്കുന്ന സ്കിൽ സെൻറ്റർ മുൻകൈയെടുക്കട്ടെ എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കലാലയങ്ങളിലും സ്കിൽ എൻഹാൻസ്മെൻറ്റിനു വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളും പരിപാടികളും തീർച്ചയായും ഉറപ്പുവരുത്താൻ സർവകലാശാല സാരഥികൾ പരിശ്രമിക്കുമെന്ന് കരുതുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു നവവൈജ്ഞാനിക സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിനും കേരളത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനമായിട്ടുള്ള വൈജ്ഞാനിക സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ജനജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും നാടിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കാനുമൊക്കെ ഈ സ്കിൽ എൻഹാൻസ്മെൻറ്റ് സംവിധാനങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താനാകണം. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനും നൂതനമായ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് കെൽപ്പുള്ളവരായിട്ട് അവരെ രൂപപ്പെടുത്താനും ഈ സ്കിൽ സെൻറ്റർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ.